ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മലയാള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ പോയതിൻ്റെ ആ ഒരു നിരാശയിൽ നിൽക്കുന്ന ഇവരോടെല്ലാവരോടും ഒരുമാതിരി വൃത്തികെട്ട ഡയലോഗ് അടിച്ചതാണ് നന്ദിനി. അടപ്പിച്ചു കളഞ്ഞു മാഷ്. കുറേ കാലമായി ഞാൻ സഹിക്കുന്നു, ഇനി നിന്റെ നാവിൽ നിന്ന് ഇതുപോലത്തെ ദൂഷിച്ച വാക്കുകൾ വീഴരുത് എന്ന് നന്ദിനിയോട് സുധാകരൻ മാഷ് പറഞ്ഞു. അപ്പം ഞാൻ വരുന്നത് വരെ അവൾക്കൊന്ന് കാത്തിരിക്കാൻ പാടില്ലായിരുന്നോ എന്ന് വിക്രം ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിയാണ്, കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മനുഷ്യർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപാട് കൂട്ടിയും കുറച്ചും ശിഷ്ടം ഗണിച്ചും ഒന്നും ആയിരിക്കണമെന്നില്ല. ആ സമയത്ത് തോന്നലുകളാണ് അവരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത്. പലപ്പോഴും അവരെ നയിക്കുന്നതും ആ തോന്നലുകളാണ്. 2-3 ദിവസമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു കാര്യം നീ വരുന്നതിന് മുന്നേ പ്രവർത്തിക്കണമെന്ന് അവർ പക്ഷെ അവൾക്ക് തോന്നിക്കാണും. അതുകൊണ്ട് അവളത് അങ്ങനെ ചെയ്തതാവാം. അവളുടെ തീരുമാനത്തിൻ്റെ ശക്തി നിന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ വെറും വാക്കുകൾ മാത്രം പോരാ. ഒരു തവണയെങ്കിലും അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് അവൾക്ക് തോന്നിക്കാണുമെന്ന് മാഷ് പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നന്ദിനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞത് ശരിയാ, വേദ ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് പോലെ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുമ്പം മുന്നറിയിപ്പ് ആരെങ്കിലും ചെയ്തു കാണിക്കുമോ, പറയത്തല്ലേ ഉള്ളൂ എന്ന് നന്ദിനി. അപ്പോൾ നന്ദിനിക്ക് എത്ര കിട്ടിയിട്ടും മതിയായില്ല. നന്ദിനി എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് അച്ഛനെ നോക്കുക. അല്ല, പരിഹസിച്ചതൊന്നും അല്ല കേട്ടോ, ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ കേട്ടോ അച്ഛാ എന്ന് നന്ദിനി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നന്ദിനിയെ നോക്കുക, അമ്മയും. അപ്പോൾ നീ ശ്രീനിവാസൻ്റെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു എന്നറിയുമ്പോൾ വേദ തീരുമാനം മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അമ്മ പറയൂ കേട്ടോ. അപ്പോൾ അവൾ തിരിച്ചു വരും, അതിനൊരു മാറ്റവും ഇല്ല, ഉറപ്പായിട്ടും അവൾ തിരിച്ചു വരും മോനെ എന്നും പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കുകയല്ല വേണ്ടത്, പകരം നേരിൽ ചെന്ന് കണ്ട് ബോധ്യപ്പെടുകയാണെന്ന് പറയുമ്പോൾ അതെ വിക്രം, നീ നേരിൽ ചെന്ന് അവളെ കാണണമെന്ന് നമ്മുടെ ശ്രീജയും പറഞ്ഞു. അപ്പോൾ അവനെ അങ്ങോട്ട് കയറ്റിയില്ലെങ്കിലോ ഇവിടെ ഒന്ന് പോയ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നത് എന്ന് നന്ദിനി പറയുക. ഇനിയിപ്പോൾ സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട നന്ദിനി, നീ നിർത്തിക്കോളാൻ പറഞ്ഞു അന്നേരം അമ്മ. അങ്ങനെ വിക്രത്തിനെ പറഞ്ഞും സമാധാനിപ്പിച്ചുമൊക്കെ അവരിങ്ങനെ പല രീതിയിലും മോട്ടിവേറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വിക്രം ആകെ തകർന്നു പോയിട്ടോ. വേദ പോയത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല വിക്രത്തിന്. അപ്പോൾ മോൻ ചെന്ന് കുളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു അമ്മ. അത് കേട്ടപ്പോഴും വിക്രത്തിന് സഹിക്കുന്നില്ലേ. വിക്രം, നീ ഇങ്ങനെ തളർന്നു പോവരുത്, നിന്നെ ഇങ്ങനെ കാണാനേ ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ, നീ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കാം മോനെ. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നീ നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുമായിരുന്നത്. അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിലാവും ഒരു പക്ഷേ നീ പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നത്. ഇപ്പം നിനക്ക് അതിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ കുട്ടി എത്രമാത്രം നിന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതിന് ഉദാഹരണമാണ് എന്ന് അച്ഛൻ വിക്രത്തോട് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുവാണ്. പിന്നെ 1-2 ദിവസം അവൾ അവിടെ നിൽക്കട്ടെ, അകന്നിരിക്കുമ്പോഴാണ് പരസ്പരം ആരായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് എന്ന് അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാനും പറഞ്ഞു കൊടുത്തു. അവൾ തിരിച്ചു വരുവേടാ, ഉറപ്പായിട്ടും അവൾ തിരിച്ചു വരും, അതിനൊരു സംശയം വേണ്ടാന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ചെന്ന് കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ എൻ്റെ ഭഗവാനെ, എൻ്റെ മകനൊപ്പം നിൽക്കണേന്ന് പറഞ്ഞ് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സമയത്ത് അമ്മ വേദ അന്നേരം വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും അനീത്തി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ദീപ്തി വന്ന് വേദയുടെ മുന്നിൽ ഇങ്ങനെ വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുക. സത്യത്തിൽ എനിക്ക് വലിയ ടെൻഷനുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാം ചേച്ചിയോട്. വേദേച്ചി എന്നോട് സത്യം പറയണം കേട്ടോ എന്ന് ദീപ്തി വേദയോട്. സാധാരണ വേദേച്ചി വന്ന് കാണുമ്പോഴേ എനിക്ക് സന്തോഷമാണ് പലപ്പോഴും തോന്നാറ്, പക്ഷേ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കയറുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി എന്ന് വീണ്ടും ദീപ്തി വേദയോട് പറയാം. എന്താ ശരിക്കും ചേച്ചിയുടെ റിയൽ വിഷയം, അതൊന്ന് ചേച്ചി പറയാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം നീ ഒന്ന് പോകാൻ നോക്കുന്നുണ്ടോ ദീപ്തി? ഇത് തന്നെയല്ലേ നീ ഇന്നലെയും വന്ന് എന്നോട് ചോദിച്ചത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലേ ചേച്ചി. ഞാനിന്ന് വിക്രമേട്ടനെ കാണാൻ പോവുകയാണെന്ന് ദീപ്തി പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അല്ല, വേദേച്ചി പറഞ്ഞില്ലെങ്കിലും ഞാൻ വിക്രമേട്ടനിൽ നിന്ന് കാരണം മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വരുണും കാണുമെന്നൊക്കെ ദീപ്തി പറയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞിരിക്കുക വേദ. വിക്രമേട്ടൻ എന്തായാലും സത്യം പറയും, അത് ഞാനിവിടെ അച്ഛനോടും അമ്മയോടും പറയുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ദീപ്തി പറ്റിയത്? അതുകൊണ്ടൊന്നും എൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വേദ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയോട്, ഇതിനെങ്കിലും ചേച്ചിക്ക് സത്യം എന്നോടൊന്ന് പറയാൻ പറ്റുമോ? ചേച്ചി ഇങ്ങോട്ട് പോകുന്നതിന് ഒരു കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് എന്നോടൊന്ന് ചേച്ചിക്ക് പറഞ്ഞുകൂടെ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ നിന്നോടെന്നല്ല ഒരാളോടും അത് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല എന്ന് പറയുമ്പം ഇതെന്താ ദൃശ്യം 3യോ? ആ സത്യം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചേച്ചിയിൽ തന്നെ അവസാനിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും അറിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ അറിയും.
ഞാൻ തന്നെ അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. പക്ഷെ അതിന് സമയമായില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നിനക്കെന്താ ഇത്ര ധൃതി എന്നെ പറഞ്ഞു വിടാൻ? അയ്യോ അല്ല, വിക്രമേട്ടനുമായിട്ടേ വേദേച്ചിക്ക് ഉള്ളിലൊരു പ്രശ്നമൊന്നുമില്ല എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്കെന്ന് പറയുമ്പം ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരാ നിന്നോട് ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞത്? അപ്പോൾ ചേച്ചി വിവാഹം കഴിഞ്ഞെന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും അവിടെ ഉള്ളൂ അല്ലേ? അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം അവസാനിക്കും. അത് ഞാൻ തന്നെ അവസാനിപ്പിക്കും, ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിണക്കം തീരാത്ത പിണക്കം അല്ലല്ലേ? അപ്പം എനിക്ക് വിക്രത്തോട് പിണക്കം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇല്ലേ? അപ്പോൾ ഉടക്കി പോകുന്നതോ? അപ്പോൾ ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി, അത്രേ ഉള്ളൂ എന്ന് വേദ പറയുക. അപ്പോഴാണ് ദീപ്തിക്ക് സമാധാനമായത്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് എൻ്റെ ചേച്ചി. എന്നാൽ പിന്നെ ഓരോ രഹസ്യം കൂടി ഞാൻ പറയാം. വർഷിച്ചേ ഗായത്രി ആൻറ്റിയോട് സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാണെന്ന് പറയാം. വേദേച്ചി വിക്രമേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ ദർശൻ ചേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. അപ്പോൾ വേദ അത് കേട്ട അന്തം വിട്ടു. ദർശൻ ചേട്ടൻ അതിന് നിൽക്കാൻ പോണില്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അതാണ് അവരുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ വേദ അന്തം വിട്ട് നോക്കുക. വേദേച്ചി വിക്രം ചേട്ടനുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭം മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഡിവോഴ്സിലെത്തിക്കാൻ നോക്കിയാലേ ചിലപ്പോൾ അതിലേക്കാവും കാര്യങ്ങളൊക്കെ ചെന്ന് എത്തുക കേട്ടോ എന്ന് പറയുമ്പോൾ വേദയൊന്നും ഞെട്ടി. അപ്പോൾ വേദ ആ സത്യം അറിഞ്ഞു, എന്നിട്ടൊന്ന് ചിരിച്ചു. നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു, തൽക്കാലം നീ ചെല്ലാൻ പറഞ്ഞു, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. വരുണിൻ്റെയും എൻ്റെയും കാര്യത്തിൽ ചേച്ചി ശരി ചേച്ചി കിടന്നു, ഞാൻ പിന്നെ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അങ്ങ് പോയി വേദ ഇരുന്ന് ആലോചിക്കാനും തുടങ്ങി. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടെ അവിടെ ഇരുന്ന് സിറ്റുവേഷനെ പറ്റി സംസാരിക്കുക. വേദ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടുന്ന് പെട്ടയും കിടക്കയൊക്കെ എടുത്ത് തിരിച്ചു പോരുന്നു. എന്നിട്ട് ഈ വീട്ടിലാരും ഒരു കാരണം അന്വേഷിക്കുന്നില്ലല്ലോ എന്നോർത്ത ഞാനിങ്ങനെ അന്തപ്പെട്ടിരിക്കുന്നതെന്ന് വർഷ പറയുക. അതിപ്പോൾ എങ്ങനെയായാലും അവൾ തിരിച്ചു വന്നല്ലോ, അത് പോരെ എന്ന് ശ്രീകാന്ത് പറയുവാണ്. ഇനി നമ്മൾ അവളെ വെച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെ നടത്തിയെടുക്കുമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു വർഷ. വരട്ടെ, സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം എന്ന് ചേട്ടൻ. അവൾ തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ തിരിച്ചു മടങ്ങില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു. അവൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോഴും ഇയാൾ ചിരിക്കുക. ഇവിടുന്ന് പോയത് ശങ്കരനാരായണൻ്റെ മകളായിട്ടായിരിക്കും, പക്ഷേ തിരിച്ചു വന്നത് വിക്രമൻ്റെ ഭാര്യയായിട്ടാ, അല്ലെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇയാൾ ചിരിക്കുന്നു. അവളെ വെച്ച് നിങ്ങൾ എന്ത് സാധിക്കുമെന്നാ പറയുന്നേ എന്നൊക്കെ വർഷ ചോദിക്കുവാണ്. ആ താലി അഴിച്ചു മാറ്റിയിട്ട് അകത്തേക്ക് വരാൻ പറയേണ്ടതായിരുന്നു, നിങ്ങൾ ആരും അത് ചെയ്തില്ലല്ലോ, എന്താ ചെയ്യാതിരുന്നത്? കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. അപ്പോഴേക്കും നിങ്ങളുടെ അച്ഛനും അങ്ങ് തീരുമാനം പറഞ്ഞില്ലേ, പിന്നെ ഇനി പെണ്ണിയാനാണെന്നൊക്കെ ഭാര്യ ഭർത്തനോട് ചോദിക്കുക. നമ്മൾ ഈ വീടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് കരുതിയോ? ഉറപ്പായിട്ടും അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, അതാണ് കാര്യം, അല്ലെങ്കിൽ അവൾ തിരിച്ചു വരില്ല. അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. വിക്രമായിട്ട് വഴക്കുമെല്ലാം ഉണ്ടാക്കി കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ വന്നത് സംസാരിച്ച് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. അതോടെ അവൾ പോവുകയും ചെയ്യും. അതിന് ആരും ഈ പടിക്കകത്ത് കയറ്റാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പം എന്ന് നിങ്ങൾ പറയും, പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കത്തില്ല എന്ന് പറഞ്ഞു വർഷ. പിന്നെ നമ്മൾ എന്ത് വേണമെന്നാണെന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് അവനും അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണമെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കയറി പറഞ്ഞാലേ അവൾ സമ്മതിക്കണമെന്നില്ല എന്ന് പറയുവാണ് ശ്രീകാന്ത്. എന്തായാലും കുറച്ച് ദിവസമൊക്കെ അങ്ങ് പോട്ടെ, പാരലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും നീ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ദർശനവും അവളുമായിട്ടുള്ള വിവാഹം നടത്തിയെടുക്കണം, അത് വൈകി കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറയാം. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കന്നെ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ പറയരുത് സ്വാമി, അതാണ് സ്വാമി, ഇതാണ് സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മലയിൽ നിന്ന് എത്തിയോ എന്ന് ചോദിച്ച് പുള്ളിക്കൻ വിക്രത്തെ കണ്ടപ്പോൾ ഫോണും കട്ട് ചെയ്ത് അങ്ങ് ചെന്നു. ഞാൻ നമ്മുടെ സർവ്വസന്നാഹത്തിന് വേണ്ടി ഏതോ ഒരു സ്വാമിയെ വിളിക്കായിരുന്നു, നമുക്കൊക്കെ ദിവ്യവിശ്വാസം ഉണ്ടെന്ന് സ്വാമിയുടെ ഭാഗം ഒരു കുത്തി ചോദ്യവും കൂടി ഉണ്ടായിരുന്നേ. പാർട്ടിയുടെ യുവതോക്ക് ഇപ്പോൾ ശബരിമലയ്ക്ക് പോയി വന്നതേ ഉള്ളൂ എന്ന് സ്വാമിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കൻ ഇങ്ങനെ എന്ന് ഓരോന്ന് പറയാം. അപ്പോഴത്തേക്കും സുധ അങ്ങോട്ടേക്ക് വന്നു. വിക്രം കയറി വാന്നും പറഞ്ഞു. അപ്പോൾ വിക്രം അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് ശ്രീനിവാസനോട് ചെന്ന് വിവരം പറയുവാണ്, വിക്രം വന്ന കാര്യം. അപ്പോൾ നീ വന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് ശ്രീനിവാസൻ പറയൂ കേട്ടോ. എൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്തുകൊണ്ട് വേദ കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വിക്രത്തോട് ഇയാൾ പറയാം. നീ മലയ്ക്ക് പോയെന്ന തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നും ഇങ്ങനെ അദ്ദേഹം പറയുക. കാര്യം നമ്മുടെ രാമകൃഷ്ണ വക്കീൽ കൗണ്ടർ ചെയ്തോളും, പക്ഷെ എന്തിനാടാ അവളിങ്ങനെ എൻ്റെ പുറകിൽ നിന്ന് മാറാത്തത് എന്ന് ഇയാൾ വിക്രത്തോട് ചോദിക്കാം. ആ തേരാട്ടിൽ ശ്രീനിവാസനും അയാൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ, അത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും അറിയില്ല സാർ, ഈ കാര്യങ്ങളൊന്നും അവൾ എന്നോട് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാറെന്ന് ശ്രീനിവാസൻ വിക്രത്തോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കണമെന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവളെന്നൊക്കെ പറഞ്ഞ്
ഇത്രയും കാലം ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ ഇനി അതങ്ങനെ പറ്റത്തില്ല വിക്രം എന്നു ഇയാൾ പറയുക. നീ അവളോട് കാര്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കണം എന്നു ഇയാൾ പറയുക. വിക്രം ആകെ ധർമ്മസങ്കടത്തിലാണെന്ന് അയാൾക്കറിയില്ലല്ലോ. കാര്യം അവളുടെ വാദങ്ങൾ കോടതിയിൽ നേരിടാൻ കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് കോടതിയിൽ കേസ് വന്നാൽ എനിക്കെതിരെ വരുന്ന ഓരോ വാർത്തയും മറ്റുള്ളവരത് ഉപയോഗിക്കും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നും അവരത് വിശ്വസിക്കില്ല എന്നും ഇയാൾ വിക്രത്തോട് പറയുക. അവർക്ക് നമ്മൾ തെറ്റുകാരാണെന്ന് കരുതാനാണ് ഏറ്റവും ഇഷ്ടമെന്നും പറഞ്ഞു. നെഗറ്റീവ് വാർത്തകൾക്ക് കിട്ടുന്ന പ്രചാരം വേറെ എവിടെ നിന്നും കിട്ടുകയില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അവൾ കേസുമായി മുന്നോട്ട് പോയിക്കോട്ടെ, അത് കോടതിയിൽ നേരിടാൻ ശ്രീനിയേട്ടന് പറ്റും. പക്ഷേ ഈ ഒരു അവസരം തന്നെ അതിനെ തിരഞ്ഞെടുക്കരുതെന്ന് മാത്രമെന്നൊക്കെ പറയുവാണ് സുധയും. അപ്പം നമ്മുടെ വിക്രം നേരെ ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളതിന് വീട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കുക. വീട്ടിലില്ലേ, പിന്നെ എവിടെ പോയി? അത് ഞാൻ തിരിച്ചെത്തുന്നതിന് മുൻപേ അവൾ പോയി എന്ന് പറയാം. പോയോ? എങ്ങോട്ട് പോയിന്നാ നീ എന്തൊക്കെയാ പറയുന്നത് വിക്രം? അവളുടെ വീട്ടിലേക്ക് അവൾ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സുധയ്ക്ക് ഭയങ്കര സന്തോഷം. സുധ ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല എന്നും ഇനിയും ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവൾ വീട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത്രയെന്നും പറയാം. അപ്പോൾ ഓഹോ, അപ്പോൾ അതേതായാലും കൊള്ളാലോ. അപ്പോൾ ഇത് വേദയുടെ കൃത്യമായ പ്ലാനിങ് ആണ് എന്ന് സാരമല്ലേ എന്ന് ഈ ശ്രീനിവാസൻ ചോദിക്കുക. ഇലക്ഷൻ സമയത്ത് തന്നെ ഈ കേസ് പൊക്കിക്കൊണ്ട് വരിക, അതിൽ നിന്ന് മാറി നിൽക്കാനായി എന്നെ സമ്മർദ്ദത്തിലാഴ്ത്തുക, അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നീ പറഞ്ഞത് ഞാനും വിശ്വസിക്കുന്നുണ്ട് സുധേ. ഇത് അവൾ മാത്രമായി ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല, ആരോ വേദയുടെ കൂടെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല സാറേ എന്ന് വിക്രം നേരം പറഞ്ഞു. സാറിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അവൾ എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. പിന്നെന്താ? അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിക്രം പറയുമ്പോഴത്തേക്കും സുധാകരൻ ഭയങ്കര ചിരി, ശ്രീനിവാസൻ ഭയങ്കര ചിരി. അങ്ങനെയാണോടാ പൊട്ടാ നീയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടതേ നിന്നോടൊപ്പം നിന്നിട്ടാ, അല്ലാതെ ഇറങ്ങിപ്പോയിട്ടല്ല എന്ന് ഇയാൾ വിക്രത്തോട് പറയുന്നു. ഇത് അവളുടെ വെറും ഒരു പ്ലേ മാത്രമാണ്, അതിൽ നിന്നെ നിർത്തി കളിക്കുക എന്നുള്ളതാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം, സർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നാളത്തേക്ക് എല്ലാത്തിൽ നിന്നൊന്ന് വിട്ടു നിന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം, വിട്ടു നിൽക്കേ, എങ്ങോട്ട് വിട്ടു നിൽക്കാൻ? അതെ സാർ വിട്ടു നിൽക്കുക. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക. വിക്രം എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെ കാര്യങ്ങളാണ് നിന്നെ ഏൽപ്പിക്കാനായി ശ്രീനിയേട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം, നിൻ്റെ ഇപ്പോഴത്തെ മൂഡ് ഒട്ടും ശരിയല്ല, നീ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഒരു തരത്തിലൊക്കെ വിക്രത്തെ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിടുക. അപ്പോൾ വിക്രം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ല വേദ അവൻ്റെ അസ്ഥിയിൽ കൊളുത്തിയിട്ടുണ്ടെന്ന് ഇയാൾ സുധയോട് പറയുക. അവളുടെ കേസ് കോടതിയിൽ വരുമ്പോൾ വിക്രത്തിൻ്റെ മൊഴിയും പ്രധാനമാവില്ലേ എന്ന് ഇയാൾ ഭാര്യ ചോദിക്കുക ഭർത്താവിനോട്. അവൻ അവളുടെ പക്ഷം ചേരുമോ? അത് കേട്ടപ്പം നോക്കാം എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അച്ഛൻ വേദയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ നിന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ അമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നു, ആരും ഒന്നും ചോദിച്ചില്ലല്ലോ അല്ലേ? അപ്പം നീ സന്തോഷത്തോടു കൂടി തിരിച്ചു മടങ്ങി വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് വേദ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ മോളോട് ഓരോ ധ്വനി വെച്ച് സംസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്നത്, അയ്യോ അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. ഞാൻ ആ ഒരു കാര്യത്തിൽ വിക്രത്തെക്കാളും നല്ലതായി മറ്റൊരാളെയും എനിക്ക് കണ്ടെത്താനാവില്ല എന്ന് വേദ അച്ഛനോട് പറയുക. ആ ശ്രീനിവാസിൻ്റെ അടുത്ത് നിന്ന് വിക്രം ഒരു കാലത്തും വിട്ടു പോരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പറയുക. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ, പക്ഷേ വിക്രം അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മുന്നിലിരുന്ന് വേദ അച്ഛൻ്റെയും കണ്ണിൽ പൊടിയിട്ട് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.